ശയനപ്രദക്ഷിണം നിർത്തിയതിൻ്റെ താന്ത്രിക അടിസ്ഥാനം എന്താണ്? ആളുകൂടി ഉരുളാൻ സ്ഥലമില്ല, ഇത്രേ ഉള്ളൂ. 18-ാം പടി സ്വർണം പൂശി, 18-ാം പടിയിലെ തേങ്ങുടക്കൽ നിർത്തി, കൊടിമരം സ്ഥാപിച്ചു. മകരവിളക്കിലും മണ്ഡലകാലത്ത് മാത്രം തുറന്നിരുന്ന ക്ഷേത്രം എല്ലാം 1-ാം തീയതി തുറക്കാൻ തീരുമാനിച്ചു. പിന്നെ 5 ദിവസം കൂടുതലും തുറക്കാൻ തീരുമാനിച്ചു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണ്? ഇതെല്ലാം ആചാരം ലംഘിച്ചല്ലേ വന്നത്. അതുകൊണ്ട് ആദ്യമായി ലംഘിക്കപ്പെടാൻ പോകുന്ന ആചാരം ഈ സ്ത്രീ കേരളമല്ല. കഴിഞ്ഞ 50 കൊല്ലത്തെ ചരിത്രം എടുത്താൽ ശബരിമലയിൽ മാത്രം ലംഘിക്കപ്പെട്ട 100 ആചാരമെങ്കിലും ഉണ്ടാവും. പിന്നെ ആചാരലംഘനം എന്ന പേരിൽ ദളിതരുടെയും കീഴ്ജാതിക്കാർ എന്ന് വിളിക്കപ്പെട്ടവരുടെയും കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചെടുത്ത എത്രയോ അവകാശാധികാരങ്ങളുണ്ട്. അവിടെ ഒന്നും ഒരു ആചാരലംഘനവും തോന്നിയില്ല. വാസ്തവത്തിൽ എന്താ നടക്കുന്നത്? വർഗീയതയും ബ്രാഹ്മണ്യവും നവബ്രാഹ്മണ്യവും കൈകോർത്ത് കേരളത്തെ പിളർക്കാൻ നടത്തുന്ന ശ്രമമാണ് വാസ്തവത്തിൽ ഇപ്പോൾ. നേരത്തെ പറഞ്ഞ വാക്കുണ്ടല്ലോ, സോദരത്വേന, അതിപ്പോഴും കെട്ടുപോയിട്ടില്ലാത്തൊരു സമൂഹമാണ് കേരളം. അത് പ്രളയകാലത്ത് പ്രവർത്തിച്ചതാ. ഈ ഒരു ദൈവത്തിൻ്റെയും വിളി കേട്ടിട്ടല്ല കടപ്പുറത്തുനിന്ന് ഈ മുക്കവന്മാർ വന്ന് ഈ മനുഷ്യരെ രക്ഷിച്ചത്. ഈ ചെങ്ങന്നൂരൊക്കെ മുങ്ങിപ്പോകാൻ പോയ പ്രമാണിമാരുണ്ടല്ലോ, അവരെയൊക്കെ അവരുടെ വീടിൻ്റെ 2-ാം തട്ടിൽ നിന്നും മേൽത്തട്ടിൽ നിന്നും ഈ താഴെ ഇറക്കിക്കൊണ്ടുവന്ന മത്സ്യത്തൊഴിലാളി ഒരു ഭഗവാന്റെയും വിളിയുടെ പുറത്തല്ല, സോദരത്വേന എന്ന വിളിയുടെ പുറത്താണ്. ആ വിളിയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ ഈ സമരം നടക്കുന്നത്. ആ വിളിയാണ്, അതിൻ്റെ പുറകിലെ ഊർജത്തെയാണ്. സർക്കാർ കാശ് കൊടുത്തപ്പോൾ ഒരു മത്സ്യത്തൊഴിലാളി പറഞ്ഞ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, അന്ന് ധാരാളമായിട്ട് വന്നില്ലേ. അയാൾ പറയുന്നുണ്ട്, അയാൾ സാധാരണ ഒരു മനുഷ്യനാണ്, പക്ഷെ ഈ മനുഷ്യർക്കൊന്നും പറയാൻ പറ്റാത്ത വലിപ്പമുള്ളൊരു വാക്യം അയാൾ പറഞ്ഞു. ഞങ്ങളുടെ സഹോദരങ്ങളെ രക്ഷിക്കുന്നത് പണത്തിന് വേണ്ടിയല്ല. ആ മൂല്യമാണ് കേരളത്തെ കേരളാക്കിയത്. എത്ര ബോട്ടുകൾ തകർന്നു പോയി എനിക്കറിയാം. എൻ്റെ നാട്ടിൽ പൈപ്പിനിൽ നിന്ന് വന്ന എത്രയോ ബോട്ടുകൾ അടി തകർന്നു പോയി ഈ 3 ദിവസം കൊണ്ട്. അതൊന്നും തിരിച്ചു കിട്ടിയിട്ടല്ല. അതിൻ്റെയൊക്കെ പുറയിൽ ഈ സോദരത്വേന എന്ന വലിയൊരു മൂല്യം അലയടിച്ചുകൊണ്ടിരുന്നു. ആ മൂല്യത്തെ സമ്പൂർണമായിട്ട് ഇല്ലാതാക്കി ജാതിഭ്രാന്ത് കൊണ്ടും മതവർഗീയത കൊണ്ടും കേരളത്തെ വിഭജിക്കാനുള്ള വലിയൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് വാസ്തവത്തിൽ ഇപ്പോൾ ഈ സമരം നമ്മുടെ ആചാര സംരക്ഷണത്തിൻ്റെ, വിശ്വാസ സംരക്ഷണത്തിൻ്റെ ഒക്കെ മറപറ്റി നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, നവോത്ഥാനത്തെ ഓർക്കുന്നത് നവോത്ഥാനത്തെ ഓർക്കാൻ വേണ്ടിയിട്ടല്ല, ആപത്തിൻ്റെ നിമിഷങ്ങളിൽ മിന്നിമായുന്ന ഒരു ഓർമ്മയെ കയ്യെത്തിപ്പിടിക്കലാണ്. അത് ഭൂതത്തിലേക്ക് പോകാൻ വേണ്ടിയല്ല, ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് ഞാൻ കരുതുന്നത്. നമസ്കാരം.